ഓശാന് ഞായറാഴ്ചയായിട്ട് രാവിലെ തന്നെ പള്ളിയിലേക്ക് പോവാണ് കേട്ടാ. അപ്പം ഇവൻ പറയുന്നുണ്ട്, അമ്മ എന്നെ എന്തിനാ ഇത്ര നേരത്തെ വിളിക്കണേന്ന്, ഇവരെയൊക്കെ വിളിച്ച് എണീപ്പിക്കണ തന്നെ നല്ല ടാസ്ക്കാണ് കേട്ടോ. പോണ സമയത്താണെങ്കിൽ ഒരു 6:15 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ കുരുത്തോല വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ പ്രതീക്ഷണമായിട്ടായിരുന്നു കേട്ടോ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് കണ്ണമാലിയിലേക്ക് പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ ദേ കണ്ണമാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവൻ പറയുന്നുണ്ട് എനിക്ക് ബീച്ചിൽ ഇറങ്ങണമെന്ന്. അങ്ങനെ എന്നെ ഇവനെയും കൂടി ബീച്ചിൻ്റെ അവിടെ ഇറക്കിയിട്ട് ചേട്ടൻ പോയിട്ടാ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ ഇരിക്കായിരുന്നേ. അത് കഴിഞ്ഞ് ഇവൻ പറയുന്നുണ്ട്, അമ്മ ഇത് കണ്ട ഞാനൊരു സാധനം എഴുതിയെന്നൊക്കെ ഇവൻ്റെ പേര് എഴുതാൻ നോക്കിയതാണ് കേട്ടോ. അപ്പം തന്നെ അത് ദേ തിരയെടുത്ത് പോയി. അപ്പം ഇവനാണെങ്കിൽ ഓരോ സാധനമൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇവനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. കഴിഞ്ഞിടയിൽ ഒരു കൊച്ചു വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം അവിടെ ഡേഞ്ചർ എന്ന് പറഞ്ഞ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുമ്പോഴാണ് കേട്ടോ പോണത്. അങ്ങനെ ദേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അതേ അപ്പ വരാനായിട്ടുണ്ട്, നമുക്ക് പോവാന്ന്. അമ്മയെ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ അവൻ എന്നെ അവിടത്തെ തന്നെ പിടിച്ചിരുത്തിയേക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഒരു ഊഞ്ഞാല ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞത് അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഊഞ്ഞാലയുടെ അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ നേരത്തെ ഒരു കൊച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ ഊഞ്ഞാലയൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നേ. അപ്പോൾ അതേ കടയിൽ കയറിയപ്പോഴാണെങ്കിൽ അമ്മ എനിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞ് ബബിൾക്കം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം കിൻഡർ ജോയ് ആണ് പറഞ്ഞത്, അത് കഴിഞ്ഞ് പിന്നെ ബബിൾക്കം ആക്കിയിട്ടാ. മിഠായിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറയുന്നുണ്ട് നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാമെന്ന്. അത് കഴിഞ്ഞ് ചേട്ടൻ ദേ വർക്കില്ലാത്ത കാരണം വീശാൻ പോയിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പം ദേ ചെമ്മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവൻ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഈ കാര ചെമ്മീൻ ഫ്രൈ ചെയ്ത് തന്നെ ഒന്നൊക്കെ. അങ്ങനെ ദേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.